മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 71-ാമത്തെ ദശകത്തിൽ 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. സ ചോരപാലായിതവല്ലവേഷു ചോരായിതോ ഗോപശിശൂൻ പശുംശ്ച ഗുഹാസു കൃത്വാ പിദധേ ശിലാഭിസ്ത്വയാ ച ബുദ്ധ്വാ പരിമർദിതോഭൂത്. വ്യോമൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ വധിക്കുന്നതാണ് ഇനി പറയാൻ പോണത്. അതായത് വ്യോമ എന്ന പേരായിട്ടുള്ള അസുരൻ, മയൻ്റെ പുത്രനായിട്ടുള്ള അസുരൻ അദ്ദേഹത്തിന് എതിരിടാനായിട്ട് ഗോപവേഷം ധരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഗോപവേഷത്തിലാണ് വന്നത് എന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സ ചോരപാലായുധ വല്ലവേഷു. അപ്പോൾ അവിടെ കുട്ടികൾ കാട്ടിൽ കൃഷ്ണൻ കുട്ടികളോടുകൂടി കുട്ടികളോടുകൂടി കാട്ടിൽ കളിക്കുകയാണ്. കളിക്കുമ്പോൾ ചോരപാലായുധ വല്ലവേഷു, ചോരന്മാരും പാലകന്മാരുമായിട്ട്, പാലൻ എന്നുള്ളത് പാലകൻ എന്നുള്ള അർത്ഥം തന്നെ. അതായത് പശുക്കളെ കട്ടുകൊണ്ട് പോണ ആളുകൾ, അതിനെ രക്ഷിക്കണതായിട്ടുള്ള പാലിക്കണതായിട്ടുള്ള ആളുകൾ, കുറേ പേര് ഗോക്കളെ പാലിക്കാനായിട്ട് കുറേ പേര് പശുക്കളെ കട്ടുകൊണ്ടുപോകാനായിട്ടുള്ളതായിട്ടുള്ള ആളുകളായിട്ട്, അങ്ങനെ കള്ളനും സംരക്ഷിക്കുന്നതായിട്ടുള്ള പോലീസുകാരെന്ന് പറയാം. അതല്ലെങ്കിൽ എന്തായാലും അങ്ങനെ ആ പശുക്കളുടെ ഉടമസ്ഥന്മാരായിട്ട് അതിനെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആൾക്കാർ, വേറെ ചിലർ പശുക്കളെ കട്ടുകൊണ്ട് പോവുക, അങ്ങനെയുള്ളതായിട്ടുള്ള കളി. പാലായുധ വല്ലവേഷു, വല്ലവന്മാർ ഗോപന്മാർ ചോരന്മാരും പാലന്മാരും ആയിട്ട്, അതായത് ചോരന്മാരും പശുക്കളെ പാലകന്മാർ പാലിക്കുന്നവരുമായിട്ട് രണ്ട് സെറ്റായിട്ട് കളിക്കുകയാണ്. അങ്ങനെ കളിക്കുന്നതായിട്ടുള്ള കൂട്ടത്തിൽ സ ചോരപാലായുധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോരന്മാരും പാലകന്മാരും ആയിട്ട് അങ്ങനെ വല്ലവന്മാർ കളിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ചോരായുധ, ചോരനായിട്ടാണ് ചോരന്മാരുടെ കൂട്ടത്തിൽ കൂടി. ഏത്? ഈ വ്യോമൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ കള്ളന്മാരായിട്ട് അഭിനയിക്കണ കുട്ടികളുടെ കൂട്ടത്തിൽ കൂടി, ചോരനായിട്ട് അവരുടെ ആ ഗോപന്മാരുടെ കൂട്ടത്തിൽ കൂടി. ചോരായുധ, ചോരനാക്കി ചെയ്യപ്പെട്ടതായിട്ടുള്ള, ചോരനായി അഭിനയിച്ചതായിട്ടുള്ള ആ വ്യോമൻ സഹ ചോരായുധ സഹ, ചോരായുധനായിട്ടുള്ള അവൻ, ചോരനായി അഭിനയിച്ചതായ ആ വ്യോമാസുരൻ ഗോപശിശൂൻ പശൂംശ്ച, പശൂംശ്ച പദം മുറിക്കുമ്പോൾ പശൂൻ ച എന്നാണ്. ഗോപശിശുക്കളെയും പശൂൻ ച പശുക്കളെയും, പശുക്കളെന്ന് പറയുമ്പോൾ അവിടെ പശുക്കളും പശുക്കുട്ടികളും കാളകളും ഒക്കെ ഉണ്ടാവും. പശൂൻ ച പശുക്കളെയും, ഗോപശിശുക്കളെയും ഗോപന്മാരുടെ ശിശുക്കളെയും പശുക്കളെയും ഗോപശിശൂൻ പശൂൻ ച ഗുഹാസു കൃത്വ, ഗുഹയുടെ ഉള്ളിലേക്കാക്കി. ചോരനായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പോൾ കുറേ പശുക്കളെയും കുറേ ഗോപന്മാരെയും കൂട്ടിക്കൊണ്ട്, അതിനെ പാലിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ഗോപന്മാരെയും ഗുഹയുടെ ഉള്ളിലേക്കാക്കി. അതായത് ഒളിപ്പിക്കുകയാണ്, കട്ടുകൊണ്ടുപോയിട്ട് ഒളിപ്പിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ഗുഹയുടെ ഉള്ളിലേക്കാക്കി. ഗുഹാസു കൃത്വ, ഗുഹകൾക്കുള്ളിലാക്കിയിട്ട് പിദധേ ശിലാഭിഹി പിദധേ, എന്നിട്ട് ആ ഒളിപ്പിക്കുകയാണ് എന്നുള്ള നാട്യത്തിൽ ശിലകൾ കൊണ്ട് ആ ഗുഹകൾ അടച്ചു. ഗോപന്മാരെയും പശുക്കളെയൊക്കെ കുറേ ഗുഹകളിലേക്കാക്കിയിട്ട് ആ ഗുഹ കല്ലുകൊണ്ട് അടച്ചു. പാറ കൊണ്ടായിരിക്കാം എന്തായാലും. പിദധേ ശിലാഭിഹി പിദധേ അടച്ചു. എന്നിട്ട് ത്വയാ ച ബുദ്ധ്വാ, ത്വയാ അങ്ങയാൽ, ബുദ്ധ്വാ അറിഞ്ഞിട്ട്, ഇത് മനസ്സിലായി കൃഷ്ണന്, ഇത് മനസ്സിലായിട്ട് ബുദ്ധ്വാ അറിഞ്ഞിട്ട് പരിമർദിത അഭൂത്, അവൻ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു. ആ ചോരനായിട്ട് അഭിനയിച്ചതായ ആ വ്യോമനെ അങ്ങ് വധിച്ചു എന്നാണ്. പരിമർദിത അഭൂത്, വധിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അങ്ങയാൽ അവൻ വധിക്കപ്പെട്ടു. സഹ
വല്ലവേഷു ചോരന്മാരും പാലകന്മാരുമായിട്ട് കുട്ടികൾ അഭിനയിക്കുന്നതായിട്ടുള്ള സമയത്ത് ഗോപശിശുക്കൾ അഭിനയിക്കുന്നതായിട്ടുള്ള കളിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ സഹ ചോരായുധ സഹ ചോരനായിട്ട് അഭിനയിച്ചതായ കളിച്ചതായിട്ടുള്ള ആ വ്യോമൻ എന്നുള്ള അസുരൻ ഗോപശിശൂൻ പശൂൻ ച ഗോപശിശുക്കളെയും പശുക്കളെയും ശിലാഭി ഗുഹാസു കൃത്വ ഗുഹകളിൽ ആക്കിയിട്ട് ഗുഹകളിൽ ആക്കിയിട്ട് ശിലാഭിഹി പിദധേ ശിലകൾ കൊണ്ട് അടച്ചു ഗുഹയുടെ മുഖം അടച്ചു. അപ്പോൾ ത്വയാച അങ്ങയാലാകട്ടെ ബുദ്ധ്വാ അത് അറിഞ്ഞിട്ട് മനസ്സിലായിട്ട് പരിമർദ്ദിത അഭൂത് അവൻ വധിക്കപ്പെട്ടു. ആ വ്യോമാസുരൻ വധിക്കപ്പെട്ടു, അവരെയൊക്കെ രക്ഷിച്ചു എന്നാണ്. ഏവം വിധൈശ്ചാത്ഭുതകേളിഭേദൈരാനന്ദമൂർച്ഛാമതുലം വ്രജസ്യ പദേ പദേ നൂതനയന്ന സീമം പരാത്മരൂപിൻ പവനേശപായാഹ. ഇവിടെ ദശകം അവസാനിപ്പിക്കുകയാണ്. ദശകം എന്ന് മാത്രമല്ല, ആ വ്രജത്തിലെ അദ്ദേഹത്തിൻ്റെ വാസവും ആ ഭാഗം അവസാനിക്കുകയാണ്. വ്രജത്തിലുള്ളതായിട്ടുള്ള ഭഗവാന്റെ വാസം അവസാനിക്കുകയാണ്. ഇനി അടുത്തത് മധുരയിലേക്കുള്ളതായിട്ടുള്ള യാത്രയാണ്. ഏവം വിധൈഹി ഇപ്രകാരമുള്ളതായ അത്ഭുത കേളിഭേദൈഹി അത്ഭുതങ്ങളായ പലതരത്തിലുള്ള കേളികളെ കൊണ്ട്, അത്ഭുതകരങ്ങളായ പലവിധത്തിലുള്ളതായിട്ടുള്ള കേളികളെ കൊണ്ട്, എല്ലതും അത്ഭുതങ്ങളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോരോ കളികളും വ്രജത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള പല കളികളും, പൂതനയെ കൊന്നതും ശകടാസുരനെ വധിച്ചതും കാളിയമർദ്ദനം, ഈ വ്യോമൻ്റെ കേശിയുടെയൊക്കെ വധം എന്ന് വേണ്ട അദ്ദേഹത്തിൻ്റെ അവിടെ കാട്ടിക്കൂട്ടിയതായിട്ടുള്ള ആ കേളികളൊക്കെ ബാക്കിയുള്ളവർക്ക് അത്ഭുതജനകങ്ങളായിരുന്നു. അങ്ങനെ അത്ഭുത കേളിഭേദൈഹി അത്ഭുതകരങ്ങളായിട്ടുള്ള കേളിഭേദങ്ങളെ കൊണ്ട് ആനന്ദമൂർച്ഛാം അതുലാം വ്രജത്തിന് വ്രജവാസികൾക്ക് അതുലാം ആനന്ദമൂർച്ഛാം അതുലാം അസീമാം ആനന്ദമൂർച്ഛാം അതുലം എന്ന് പറഞ്ഞാൽ തുല്യത ഇല്ലാത്തത്, അസീമാം സീമയില്ലാത്തത്, സീമ എന്ന് വെച്ചാൽ അതിരില്ലാത്തതും തുല്യതയില്ലാത്തതുമായ, എത്രത്തോളാണെന്ന് പറയാനൊന്നും നിർത്തിയില്ല, അത്രയ്ക്ക് അത്ഭുതം ഉണ്ടാക്കി ഇവർക്ക് എന്നാണ്, ആനന്ദം ഉണ്ടാക്കി എന്നാണ്. അതുലാം അസീമാം ആനന്ദമൂർച്ഛാം ആനന്ദത്തിൻ്റെ ആ മൂർച്ഛാവസ്ഥ എത്രത്തോളം പരമാനന്ദം. അതുലാം ആനന്ദമൂർച്ഛാം വ്രജസ്യ പദേ പദേ നൂതനയൻ പദേ ഓരോരോ സംഭവത്തിലും പദേ വെച്ചാൽ ഓരോരോ സമയത്തും ഓരോരോ കാൽവെപ്പിലും എന്നാണ് പദേ എന്നുള്ള പദത്തിനർത്ഥം. പക്ഷെ ഇവിടെ ഓരോരോ സംഭവത്തിലും ആ വ്രജവാസികൾക്ക് അതുല്യവും അസീമവുമായ, അതിരില്ലാത്തതും തുല്യമില്ലാത്തതും ആയ ആനന്ദമൂർച്ഛയെ നൽകിക്കൊണ്ട് നൂതനയൻ പുതിയതായിട്ട് ആ ഓരോരോ സമയത്തും ആ ആനന്ദം കൂടുതലായിട്ടുള്ള ആനന്ദം ഉണ്ടാവുകയാണ് ജനങ്ങൾക്ക് എന്നാണ്. നൂതനയൻ പുതിയ നവങ്ങളായിട്ട് ആ ആനന്ദമൂർച്ഛയെ ഉണ്ടാക്കിക്കൊണ്ട് പരമാത്മരൂപിൻ പവനേശപായ അങ്ങനെയുള്ളതായ ആ പരമാത്മസ്വരൂപനായിട്ടുള്ള അതുകൊണ്ടാണല്ലോ ഈ അത്ഭുതങ്ങളായിട്ടുള്ള പല ക്രിയകളും അവിടെ കർമ്മങ്ങളും കേളികളും നടത്താൻ സാധിച്ചത്. ആ പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെ ആയതുകൊണ്ടാണ്. ആ പരമാത്മരൂപിയായിട്ടുള്ള അല്ലയോ പവനേശ ഗുരുവായൂരപ്പ പായാഹ എന്നെ രക്ഷിച്ചാലും. ഏവം വിധൈഹി ഇപ്രകാരമുള്ളതായ അത്ഭുത കേളിഭേദൈഹി അത്ഭുതങ്ങളായ കേളിഭേദങ്ങളെ കൊണ്ട്, ക്രീഡാഭേദങ്ങളെ കൊണ്ട്, പലതരത്തിലുള്ളതായ ക്രീഡകളെ കൊണ്ടും വ്രജവാസികൾക്ക്, വ്രജം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലത്തിനല്ല, വ്രജവാസികൾക്ക് അവിടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പശുക്കൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ തന്നെ ആ വ്രജവാസികൾക്കെല്ലാം തന്നെ
ജീവജാലങ്ങൾക്ക് സഹിതം എല്ലാ പ്രജവാസികൾക്കും അതുലാം ആനന്ദമൂർച്ഛാം, അതുലാം അസീമാം ആനന്ദമൂർച്ഛാം, അതുലവും തുല്യ ഇല്ലാത്തതും അസീമവുമായ, സീമയില്ലാത്തതും അതിരില്ലാത്തതുമായിട്ടുള്ള ആനന്ദത്തിൻ്റെ ആ മൂർച്ഛാവസ്ഥയെ നൂതനയൻ പുതിയതായി ഉണ്ടാക്കിക്കൊണ്ട് പതേ പതേ ഇങ്ങനെ ഓരോരോ പദത്തിലും ആ ഓരോരോ അവസരത്തിലും പുതിയതായിട്ടുള്ള ആ ആനന്ദമൂർച്ഛ ഉണ്ടാക്കിക്കൊണ്ട് പരാത്മരൂപിൻ പരമാത്മസ്വരൂപനായിട്ടുള്ള അല്ലയോ പവനേശ ഗുരുവായൂരപ്പ പായാഹ അങ്ങ് രക്ഷിച്ചാലും. സ ചോരപാലായുധവല്ലവേഷു ചോരായുധോ ഗോപശിശുൻ പശുംശ്ച ഗുഹാസു കൃത്വാ പിദധേ ശിലാഭിസ്ത്വയാ ച ബുദ്ധ്വാ പരിമർദ്ദിതോഭൂത്. അവിടെ പരിമർദ്ദിത അഭൂത് എന്നാണ് പദം മുറിക്കുക. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പാറാവു കള്ളൻ കളിയിൽ തദാനിം വ്യോമൻ തഥാ കള്ളനുമായി ഭവിച്ചു. കിടാങ്ങളെ ഗോക്കളെ ഗഹ്വരത്തിലടച്ചു നീ വ്യോമനു മുക്തി നൽകി. ഏവം വിധൈശ്ച അത്ഭുതകേളിഭേദൈ ഏവം വിധൈഃ ച അത്ഭുതകേളിഭേദൈഃ ഏവം വിധൈശ്ച അത്ഭുതകേളിഭേദൈരാനന്ദമൂർച്ഛാമതുലം വ്രജസ്യ പദേ പദേ നൂതനയന്നസീമം പരാത്മരൂപിൻ പവനേശപായാഹ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഇത്യാദി അത്യദ്ഭുത കേളിയാടി ദിനേ ദിനേ പുത്തനതായി ഗോഷ്ഠേ അനന്തമാനന്ദവുമേകിടുന്ന വാദാതിനാഥ പരിപാഹി വിഷ്ണു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.